നമ്മുടെ സ്കിന്നിന് വളരെയധികം ആവശ്യമുള്ള ഒരു ഘടകമാണ് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ യുവത്വത്തോടെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ പ്രായം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലോ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന സ്കിൻ എപ്പോഴും യൂത്ത്ഫുള്ളും ഫ്ലഫി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കിന്ന് ലഭിക്കാനായിട്ട് ഒരു 40+ കഴിഞ്ഞവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത്. മാത്രമല്ല ഒരു 40 ആണെങ്കിലും നമുക്ക് പ്രായം കൂടുതലായിട്ട് തോന്നിപ്പിക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും. അതെന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 40+ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒരു ടൈമാണ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നു, കൊളാജൻ പ്രൊഡക്ഷൻ കുറയുന്നു, അതുപോലെ തന്നെ സ്കിൻ ബാരിയർ വീക്ക് ആവുന്നു, നമ്മുടെ സ്കിന്നിലെ റിപ്പയർ കപ്പാസിറ്റി കുറയുന്നു. അതിന് പുറമെ ഡാർക്ക് സ്പോട്ട്, അൺഈവൻ സ്കിൻ, പിഗ്മെന്റേഷൻ ഇങ്ങനെയുള്ള കുറെ സ്കിൻ ഇഷ്യൂസുകൾ, ഡാമേജസുകൾ നമുക്ക് വരുന്നതായിട്ട് കാണാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് എന്താണ് നമ്മുടെ സ്കിന്നിലെ കംപ്ലൈന്റ് എന്ന് നോക്കി നമ്മുടെ നല്ലൊരു കറക്റ്റ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിൻ കെയറിൽ ആദ്യം ഞാൻ നമ്മുടെ ബോഡി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ബോഡിയിൽ നമ്മൾ വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു എണ്ണ തേച്ച് കുളി നമ്മൾ നിർബന്ധമാക്കുക എന്നുള്ളതാണ്. അത് ആഴ്ചയിൽ ഒരു 2 വട്ടം നമ്മൾ എണ്ണ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ചെറിയൊരു ചൂടോടെയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമല്ല ഓയില്, അത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ അപ്ലൈ ചെയ്യാം. ഒലിവ് ഓയിലും അതുപോലെ തന്നെ ആവണക്കെണ്ണയുടെ ഓയില്, പിന്നെ നമ്മുടെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ, അല്ലെങ്കിൽ അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആവണക്കെണ്ണയുടേത്, അതും നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം നമ്മുടെ ബോഡിയിൽ ചെറു ചൂടോടെയൊക്കെ തേക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഈ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഏജ് കഴിയുമ്പോൾ നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ഒരു ഗ്ലോ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ ഈറനോടെ തന്നെ, അല്ലെങ്കിൽ ആ ചെറിയൊരു നനവോട് കൂടി തന്നെ നമ്മുടെ ബോഡി ലോഷന് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെറിയ നനവോടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ സ്കിന്നിൽ മോയ്സ്ചറൈസിങ് ഫീല് നമുക്ക് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് വൺ നല്ലൊരു എണ്ണ തേച്ചുള്ള കുളി നടത്തുക എന്നുള്ളതാണ്. സെക്കൻഡ്, നമ്മുടെ ഫേസിൽ നമ്മൾ ചെയ്യേണ്ട സ്കിൻ കെയർ എന്തൊക്കെയാണ്? അതിൽ ചെയ്യേണ്ടതെന്ന് CTM. എന്താണ് CTM? നമ്മൾ മുന്നേയുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. CTM ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലെൻസിങ്, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ. നല്ലൊരു ക്ലെൻസർ വാങ്ങിച്ചിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഒരു ജെന്റിലായിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലെൻസർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടോണർ ആണ്. ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ pH ലെവലിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഓപ്പൺ പോർട്സ്, അതുപോലെ തന്നെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ട് അവരുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള, നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള, ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണർ വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമുക്ക് മിനിമലിസ്റ്റ്, ഗുഡ് വൈബ്സ്, പ്ലംബ് അങ്ങനെയുള്ള കുറേ കമ്പനികൾ നല്ല ടോണറുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ടോണറുകൾ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് സിറമാണ്. സിറം എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നു, വൈറ്റമിൻ C സിറം, അതുപോലെ തന്നെ നിയാസിനമൈഡ് സിറം, അതുപോലെ തന്നെ റെറ്റിനോളിന്റെ സിറം, ഇതൊക്കെ നമുക്ക് 40 കഴിഞ്ഞുള്ളവർക്ക് യൂസ് ചെയ്യുന്ന സിറംസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ലെവലിൽ വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ വൈറ്റമിൻ C സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ C സിറം. അത് ഡീകൺസ്ട്രക്ഷന്റെ വൈറ്റമിൻ C സിറം എന്ന് പറയുന്നത് നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ നിയാസിനമൈഡ്, റെറ്റിനോള്, ഇതൊക്കെ നമുക്ക് മിനിമലിസ്റ്റിൻ്റെത്, അതുപോലെ തന്നെ പ്ലമ്മിൻ്റെത്, ഡെർംഡോക്കിന്റെ ഒക്കെ നല്ല നല്ല സിറംസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക.
നെക്സ്റ്റ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ്. നമുക്കറിയാം നമ്മുടെ 40+ നമ്മുടെ ഹൈഡ്രേഷൻ കുറയും, ഇലാസ്റ്റിസിറ്റി കുറയുന്നു, കൊളാജൻ കുറയുന്നു. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസർ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന മോയ്സ്ചറൈസറിൽ നിയാസിനമൈഡ്, സെറാമൈഡ്, അതുപോലെ തന്നെ പിന്നെ റെറ്റിനോള് ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ലൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിൻ്റെത് കൊള്ളാം, സെറാവെ, അതുപോലെ തന്നെ ഡോക്ടർ ഷത്തിന്റെ മോയ്സ്ചറൈസർ, സെറ്റഫിലിന്റെ മോയ്സ്ചറൈസർ, ഇതൊക്കെ ന്യൂട്രോജന, ഇതൊക്കെ നല്ല റിസൾട്ടുള്ള മോയ്സ്ചറൈസർ ആണ് ഈ വരുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സൺസ്ക്രീം ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സൺസ്ക്രീം എന്ന് പറയുന്നത്. ഇത് UV റൈസ് മൂലമുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യുമ്പോൾ ഒരു 50+ ഉള്ള സൺസ്ക്രീം മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പുറത്തു പോകാനായിട്ട് ഇറങ്ങുന്ന ടൈമിൽ നമ്മളൊരു 15 മിനിറ്റിന് മുന്നേ വേണം നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ഇട്ട പാടെ നമ്മൾ പുറത്തിറങ്ങി പോകരുത്. ഇട്ടൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അത് മാത്രമല്ല, ചിലരൊക്കെ എൻ്റെ പാർലർ വരുമ്പോൾ പലരും ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ പുറത്തൊന്നും പോകാറില്ല, വീട്ടിലാണ് ഇരിക്കുന്നത്, പിന്നെ എന്തിനാ സൺസ്ക്രീം യൂസ് ചെയ്യുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ വീട്ടിലിരുന്നാലും ജസ്റ്റ് ഒരു ലൈറ്റ് വെട്ടത്തിലായിരുന്നാലും നമ്മൾ കമ്പ്യൂട്ടർ യൂസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ബ്ലൂ ലൈറ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലായിരുന്നാലും പുറത്തു പോകുമ്പോഴായിരുന്നാലും സൺസ്ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ഇപ്പം ചെറിയ ചെറിയ വെയിൽ പോലും നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു സ്കിന്നിൽ നമ്മുടെ ആ ഒരു 40+ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിഗ്മെന്റേഷൻ ഒക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, സൺസ്ക്രീം ഇട്ടതിന് ശേഷം പൗഡർ ഇടാമോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാമോ? ഇങ്ങനെയൊക്കെ പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാം, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിൽ ഏത് പ്രോഡക്റ്റ് ഇട്ടിരുന്നാലും ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് അബ്സർവ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ പ്രായം കൂടുതൽ തോന്നിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജിങ് കൂടുതലായിട്ട് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് വെയിലത്തൊക്കെ ഇറങ്ങുകയും നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ കുറയുകയും അതുപോലെ തന്നെ ഡയറക്റ്റുള്ള വെയിലടിച്ച് നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷനും ഫൈൻ ലൈൻസും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീം ഉപയോഗിക്കാതിരിക്കരുത്, മാക്സിമം ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു ഫാൾട്ട് എന്ന് പറയുന്നത് സ്കിന്ന് ഡ്രൈ ആകുന്നത്, ഒരു ഡ്രൈനെസ്സിലോട്ട് പോകുന്നത്. ചിലരാണെങ്കിൽ എത്ര പറഞ്ഞിരുന്നാലും വെള്ളം കുടിക്കാറില്ല. അപ്പോൾ നമ്മളിപ്പം 5-6 ലിറ്റർ വെള്ളമൊന്നും നമ്മൾ കുടിക്കണമെന്നല്ല പറയുന്നത്. ഒരു കുറഞ്ഞത് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ വെയിറ്റിനനുസരിച്ച് 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 1 ലിറ്റർ വെള്ളമായിരുന്നാലും നമ്മൾ കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം വെള്ളം കുടിക്കുക എന്നുള്ളതും രണ്ടാമത്തെ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഫുഡും. അതുപോലെ തന്നെ നമ്മളിപ്പം പുറമേ മാത്രം ചെയ്തതുകൊണ്ട് കാര്യമല്ല, ഫുഡും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത ഒന്നെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡും അതുപോലെ തന്നെ നല്ലതായിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനും കറക്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമ്മുടെ പ്രായം പോകുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ ഒന്ന് ഡിലേ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയും ഈ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ 40+ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ക്ലെൻസിങ് ചെയ്യുക, നല്ലൊരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് ക്ലെൻസ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ടോണർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സിറം യൂസ് ചെയ്യുക. 4 ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. 5 ഒരു സൺസ്ക്രീം യൂസ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ 40+ൽ നമ്മൾ അങ്ങോട്ട് പോകും കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും വരേക്കും. ഓക്കെ, ബൈ, സീ യു.